Hi everyone, this is Binse from Evica. അങ്ങനെ നമ്മുടെ iOS 17.4ൻ്റെ RC റിലീസ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 5.76 GB എൻ്റെ ഐഫോൺ 11ൽ വന്നിരിക്കുന്നത്. നമ്മൾ ബെയ്റ്റിൽ നിന്ന് ഒഫീഷ്യൽ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ ആ കംപ്ലീറ്റ് OS ആപ്പിൾ റീഇൻസ്റ്റോൾ ചെയ്യും. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു സൈസ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ആപ്പിൾ കുറേയധികം അപ്ഡേഷൻസ് ബേറ്റാസും അതേപോലെ RCസും റിലീസ് ചെയ്യുന്നുണ്ട്. ഈ അപ്ഡേഷൻ്റെ തുടക്കം നമ്മുടെ ബിൽ നമ്പറിന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ നമ്മുടെ ഈ പറഞ്ഞ സെറ്റിങ്സിലേക്ക് പോകാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷൻ ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും iOS 17.4 21E217. ഇതാണ് iOS 17.4ൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പർ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ ബഗ്ഗോ അല്ലെങ്കിൽ RC2 വന്നാൽ മാത്രമാണ് ഈ ഒരു ബിൽ നമ്പറിന് ചേഞ്ച് വരാനുള്ള ചാൻസ് ഉള്ളൂ. അതേപോലെ ഏറ്റവും ആദ്യത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ബൂട്ടപ്പായി വരുമ്പോൾ ഒരു പ്രൊഫൈൽ പിക്ചറും അതേപോലെ തന്നെ ഒരു ഹലോ എന്ന് എഴുതി കാണിക്കുന്ന ആ ഒരു ഓപ്പണിംഗ് ആണ് വന്നിരുന്നത്. പക്ഷേ എനിക്ക് അൺഫോർച്യുനേറ്റ്ലി അത് വന്നിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബൂട്ടപ്പ് മെനു വന്നെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യാനാണ്. അതേപോലെ അടുത്ത വന്ന മാറ്റമാണ് iOS 17.4നെ ഏറ്റവും കൂടുതൽ മാറ്റി നിർത്തുന്നത്. കാരണം ആപ്പിളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സൈഡ് ലോഡിങ് അതല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിലേക്ക് ഐഫോണിലേക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സൈഡ് ലോഡിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അതായത് യൂറോപ്യൻ യൂണിയനിൽ മാത്രമാണ് ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ഒരു രാജ്യക്കാർക്കും അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തിലുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞ സൈഡ് ലോഡിങ് അവൈലബിൾ ആയിരിക്കുന്നില്ല. അതേപോലെ തന്നെ ഏകദേശം പുതിയ 30 ഇമോജീസും iOS 17.4ൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്ത വന്നിരിക്കുന്ന മെയിൻ മാറ്റം നമ്മുടെ ഐഫോൺ 15 ഓർ ലേറ്റർ സീരീസിലാണ്. കാരണം സെറ്റിങ്സിൽ നമ്മുടെ ബാറ്ററിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി ഇവിടെ അവർക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ബാറ്ററി പെർസെൻറ്റേജ് ആയിരിക്കില്ല. അവിടെ കാണാൻ പോകുന്നത് നോർമൽ അല്ലെങ്കിൽ റീപ്ലേസ്ഡ് അല്ലെങ്കിൽ അൺനോൺ എന്ന് പറയുന്ന 3 പേരുകളായിരിക്കും. നോർമൽ എന്ന ഓപ്ഷൻ ആയിരിക്കും ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് അവിടെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഈ പറഞ്ഞ മാക്സിമം കപ്പാസിറ്റിയും ബാറ്ററി സൈക്കിളും കാണാൻ പറ്റുക. ബാറ്ററി സൈക്കിളിലും ഐഫോൺ 15 ഓർ ലേറ്ററിൽ മാത്രം ഒരു പുതിയ ഓപ്ഷൻ കൊണ്ടുണ്ട്. ഇത്രയും നാൾ ആപ്പിളിൽ 80% ആവണമെങ്കിൽ 500 സൈക്കിൾ ആവണമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇനി മുതൽ ഐഫോൺ 15 ഓർ ലേറ്റർ ഡിവൈസുകൾക്ക് നമുക്ക് 1000 സൈക്കിൾ വരെയും ഐഡിയൽ കണ്ടീഷനിൽ യൂസ് ചെയ്താൽ 1000 സൈക്കിൾ വരെയും നമുക്ക് 80% പുഷ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററി ഹെൽത്തും ബാറ്ററി കപ്പാസിറ്റിയും 15 സീരീസിന് നല്ല രീതിക്ക് ആപ്പിൾ പുഷ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വരുന്ന അപ്ഡേറ്റ് നമ്മുടെ ഈ പറയുന്ന വിജറ്റ് സെക്ഷനിലാണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുക. നമ്മുടെ വിജറ്റ് സെക്ഷൻ എടുക്കാം. ഇവിടെ ക്ലോക്ക് ഒന്ന് സെർച്ച് ചെയ്യാം. ക്ലോക്കിൽ ഒരു പുതിയ വിജിറ്റാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലോക്ക് തന്നെയാണ്, പക്ഷേ അതിൽ കുറച്ചധികം മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറഞ്ഞ സിറ്റി ഡിജിറ്റൽ എന്ന് പറയുന്ന ക്ലോക്കാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ബാക്കി ഡിജിറ്റൽ അല്ലെങ്കിൽ ബാക്കി ക്ലോക്കിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഡാർക്കറാണ്. കാരണം ഞാൻ ആഡ് വിജിറ്റ് കൊടുത്തു, ഒന്നും കൂടെ ടാപ്പ് ചെയ്തു. ഇപ്പോൾ എനിക്ക് കൺട്രി സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു കൺട്രി ഇന്ത്യ തന്നെ സെലക്ട് ചെയ്യണം. ഇന്ത്യ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ ഓക്കെ ബട്ടണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് വൈറ്റായി. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ കൺട്രിയുടെയും ആ ഒരു കറക്റ്റ് ടൈമും ഡേയും. ഇപ്പോൾ രാത്രിയാണെങ്കിൽ ആ ഒരു ക്ലോക്ക് ഓട്ടോമാറ്റിക്കലി രാത്രിയിലേക്ക് പോകും. രാവിലെ ആണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി രാവിലേക്ക് പോകും. ആൻഡ് നമുക്ക് ഈ ഒരു ടൈമും നമുക്ക് എഡിറ്റ് ചെയ്യാൻ നേരം ആ ഒരു സമയം ഇപ്പോൾ കാണിക്കും. ഇപ്പം ഞാൻ ഇപ്പോൾ ടൊറൻറ്റോ ഇട്ടു, ഞാൻ ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും -10 നമ്മുടെ ഇന്ത്യൻ സമയത്തിന് വെച്ച് ആ സെലക്ട് ചെയ്ത കൺട്രി എത്ര സമയം പിന്നിലാണെന്നാണ് കറക്റ്റായിട്ട് കാണിക്കുന്നത്. അതേപോലെ ആ ഒരു സെലക്ട് ചെയ്യുന്ന കൺട്രിയോ സ്ഥലമോ ഇവിടെ ആ ഒരു പേരായിട്ടും റെഫറൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാനും ഐഡൻറ്റിഫൈ ചെയ്യാനും ഈ ഒരു ക്ലോക്ക് വിജിറ്റ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ iOS 17.4ൽ ആപ്പിൾ കുറച്ച് ഓപ്ഷൻസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്താണ് സഫാരിയുടെ ഈ പറഞ്ഞ ULR സെർച്ച് ബാർ എന്ന് പറയുന്നത്. ഇത്രയും നാൾക്ക് മുമ്പ് വരെ നമ്മുടെ ഈ ഒരു സെർച്ച് ബാറിൻ്റെ ടാബിൻ്റെ ഓപ്ഷൻ കുറച്ചും കൂടെ ഇങ്ങോട്ട് നീങ്ങിയായിരുന്നു. അത് കുറച്ചും കൂടെ സ്ട്രിങ്ക് ചെയ്താണ് ഇരുന്നത്. ഇപ്പോൾ iOS 17.4ലേക്ക് വന്നപ്പോൾ അത് കുറച്ചും കൂടെ വൈഡൻ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ പറയുന്ന iOS 7.4ൽ ആക്ച്വലി ആ ഓപ്ഷൻ ആപ്പിൾ റിമൂവ് ചെയ്തതാണ്. അതേപോലെ തന്നെ
നമ്മുടെ ക്ലോക്കിലേക്ക് പോയി കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് വാച്ചോ അല്ലെങ്കിൽ ടൈമറോ ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്യാമെന്ന് കരുതുക. ഈ ഒരു ടൈമർ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോപ്പ് വാച്ച് നമ്മൾ ഓൺ ചെയ്തിട്ട് നേരെ താഴത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഹോമിലേക്ക് പോകുമ്പോൾ ഡൈനാമിക് ആയിട്ടുള്ള ഡിവൈസിലേക്ക് ആ ഒരു ഡൈനാമിക് ആയിലേക്ക് ഈ ഒരു ഓപ്ഷൻ പോകും. അതേപോലെ ലൈവ് ആക്ടിവിറ്റിയിലേക്ക് നോക്കുമ്പോഴും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ ഡൈനാമിക് ഐലൻഡും ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ സെൻറ്ററിലും ആപ്പിളിലെ ഈ ഒരു സ്റ്റോപ്പ് വാച്ച് ഓപ്ഷൻ കാണുന്നില്ല. ആ ഒരു ഓപ്ഷൻ iOS 17.5 ഇനി ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പെർഫോമൻസ് വൈസ് ചോദിക്കുമ്പോൾ iOS 17.4 എനിക്ക് വലിയ ഒരു ബൂമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാം സ്മൂത്ത് തന്നെയായിട്ടാണ് പോകുന്നത്. iOS 17.4 ലാസ്റ്റ് ബേറ്റയിൽ എനിക്ക് കുറച്ചധികം ലാഗ് ഫീൽ ചെയ്തു. എസ്പെഷ്യലി നമ്മൾ ഈ പറഞ്ഞ ഔട്ട്ഡോർ യൂസ് ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് ഇൻഡോർ വരികയാണെങ്കിൽ അത് ഗെയിമിങ്ങോ ബാക്കി കാര്യങ്ങളോ അല്ല, ജസ്റ്റ് ഒരു നോർമൽ ഈ പറഞ്ഞ ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാനെടുത്താലും അതിനുശേഷം ഇൻഡോറിലേക്ക് വരുമ്പോൾ ഒരു ക്ലട്ടറിങ്, ഒരു ചെറിയ ഈ ഒരു സ്മൂത്ത്നെസ് അല്ല, ഇങ്ങനെ ഒരു ചെറിയൊരു ലാഗ് എനിക്ക് ഫീൽ ചെയ്തു. പെർഫോമൻസ് വൈസ് ആ ഒരു കാര്യം മാത്രമാണ് ലാസ്റ്റ് ബേറ്റിനെ വെച്ച് എനിക്ക് പറയാനുള്ളത്. അതേപോലെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് എനിക്കിപ്പോൾ 81% നിൽക്കുന്നുണ്ട്. ഇത് 80 ആകുമ്പോഴത്തേക്കും ഡീഗ്രേഡ് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ പ്രോംപ്റ്റ് iOS 17 വരുന്നതായിരിക്കും. ആൻഡ് എനിക്ക് പെർഫോമൻസും ബാറ്ററിയും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. വലിയ ബഗ്ഗുകളോ അല്ലെങ്കിൽ അതേപോലെ പെർഫോമൻസ് ഇഷ്യൂസോ എനിക്ക് കാണിക്കുന്നില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 17.4 RC റിലീസിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്നായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ മാർച്ച് 5 ആയിരിക്കും മിക്കവാറും ഒഫീഷ്യൽ അപ്ഡേറ്റ് റിലീസ് ആവാനുള്ള ചാൻസ് ഉള്ളത്. അന്ന് തന്നെ നമ്മുടെ ഏറ്റവും പുതിയ iOS 7.4 ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ വീഡിയോയും റിലീസ് ആവുന്നതായിരിക്കും. ആ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറി പോയിന്റുകളും നമ്മൾ കവർ ചെയ്ത് പറയുന്നുണ്ടാകും. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് റിലീസ് ആകുമ്പോൾ തന്നെ ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ ഒരു iOSൻ്റെ ഓരോ പുതിയ അപ്ഡേഷൻസും നിങ്ങളുടെ കൂട്ടർക്കും കൊണ്ട് ലഭിക്കാനായിട്ട് വീഡിയോ എന്തായാലും ഷെയർ ചെയ്യുന്നതാണ്. സോ ദിസ് ഈസ് യു ബിൻ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.